നവ്യ ഹരിദാസിലേക്ക് വീണ്ടും നമുക്ക് പോകാം. കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ നവ്യ ഹരിദാസിനൊപ്പം ചേരുന്നു. നവ്യ ഹരിദാസ് നേരത്തെ ടെലിഫോണിൽ പ്രതികരിച്ചിരുന്നു, ഇപ്പോൾ തത്സമയം നമുക്കൊപ്പം ചേരുന്നു. തുടരാം അനഘ ഹർഷൻ. വിനോദ്, നിലവിൽ നമ്മോടൊപ്പം ഉള്ളത് ഈ മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുത്തിട്ടുള്ള നവ്യ ഹരിദാസ് ആണുള്ളത്. നേരത്തെ മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ പാർട്ടി കുറച്ചുകൂടി വലിയ ഉത്തരവാദിത്തമുള്ള ഒരു ചുമതല കൂടിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? തീർച്ചയായിട്ടും വലിയൊരു ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഈ ഒരു സംസ്ഥാനത്തിലെ പകുതിയോളം വരുന്ന സ്ത്രീകളുടെ വിഷയങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ അവർ നേരിടുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, ഗാർഹിക പീഡനം, കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുള്ള സംഭവം ഉൾപ്പെടെ ആ കാര്യങ്ങൾ, അതുപോലെ തന്നെ കുട്ടികളുടെ ഇന്ന് നേരിടുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, മയക്കുമരുന്ന് പോലെയുള്ള കാര്യങ്ങളും നമ്മുടെ യുവതലമുറ വഴിതെറ്റി പോകുന്നു എന്ന് സമൂഹം പരക്കെ ആക്ഷേപിക്കുമ്പോഴും അവരെ എങ്ങനെ സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ലക്ഷ്യമൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് മഹിളാ മോർച്ച പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ? മഹിളാ മോർച്ച നിലവിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന ചുമതല ജനറൽ സെക്രട്ടറി എന്നുള്ളതാണ് സ്റ്റേറ്റിന്റെ. അപ്പോൾ എന്തും വരാം എന്നുള്ള നിലയിലാണ് പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് എന്നുള്ളത് നമുക്ക് മുൻപ് അത്ര വ്യക്തമായിരുന്നില്ല. ഇന്ന് നേരിട്ട് അധ്യക്ഷന്റെ കോള് വന്നതാണ്. അതിനുശേഷമാണ് ഈ ഒരു പ്രഖ്യാപനമായിട്ട് വന്നിട്ടുള്ളത്. അത് തന്നെയാണ് വിനോദ്. അതായത് ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് 2 തവണ കോർപ്പറേഷനിൽ കൗൺസിലർ ആയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് CPM-ന്റെ കയ്യിൽ നിന്ന് വാർഡ് പിടിച്ചെടുത്ത ഒരാൾ കൂടിയാണ് ഈ നവ്യ ഹരിദാസ്. മാത്രമല്ല, വയനാട്ടിൽ പ്രിയങ്കയ്ക്കെതിരെ മത്സരിച്ചു കരുത്തുറ്റ പോരാട്ടം കാഴ്ചവെക്കുകയോട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ പ്രതീക്ഷ പാർട്ടിക്കുള്ള കരുത്തുറ്റ ഒരു സ്ത്രീ നേതാവ് കൂടിയാണ് നവ്യ ഹരിദാസ്. അനഘ, ഇനിയിപ്പോൾ ഈ കോഴിക്കോട്, അനഘ ഇപ്പോൾ ജോലി ചെയ്യുന്ന കോഴിക്കോട് ജില്ലയിൽ മാത്രമായി നവ്യ ഹരിദാസ് അവിടെ മാത്രമായിട്ടായിരിക്കില്ല ഇനി പ്രവർത്തന പരിധി. കേരളമൊട്ടാകെ സഞ്ചരിക്കേണ്ടി വരുന്നു. കേരളത്തിലെ സ്ത്രീകളുടെ വിഷയങ്ങളടക്കമുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കുമല്ലോ നവ്യ ഹരിദാസ്. തീർച്ചയായും. അതായത് കേരളത്തിന് പുറത്തേക്ക്, ഇപ്പോൾ കോഴിക്കോട് മാത്രമല്ല, ഇനി കേരളത്തിന് പുറത്തേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ആ രീതിയിലേക്ക് പ്രവർത്തനം സജ്ജമാവുമല്ലേ? തീർച്ചയായിട്ടും. മുൻപ് ചുമതല വഹിച്ചിരുന്ന സമയത്തും കേരളത്തിന് പുറത്തൊക്കെ നമ്മൾ യാത്ര ചെയ്യുകയും അവിടെയുള്ള വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ലക്ഷ്യം വെക്കുന്നത് വികസിത കേരളം എന്നുള്ള ഒരു ബൃഹത്തായിട്ടുള്ള ഒരു സങ്കല്പത്തിലേക്കാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. വികസിത ഭാരതം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുമ്പോൾ വികസിത കേരളം എങ്ങനെ പടുത്തുയർത്താം എന്നുള്ള ലക്ഷ്യം തന്നെയാണ് മുൻഗണനയായിട്ട് കരുതുന്നത്. അതുതന്നെയാണ് വിനോദ്. അതായത് മോദി സർക്കാരിന്റെ വികസിത ഭാരതം, വികസിത ആ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ട് സ്ത്രീകളിലൂടെയുള്ള വികസനമല്ല, സ്ത്രീകളിൽ ഊന്നിയുള്ള വികസനം എന്ന മോദി സർക്കാരിന്റെ കാഴ്ചപ്പാട്, അതിലൂടെയുള്ള വികസനമാണ് ലക്ഷ്യം വെക്കുന്നത്. അതിനുവേണ്ടി പ്രവർത്തിക്കും എന്നുകൂടിയാണ് നവ്യ ഹരിദാസ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും കരുത്തുറ്റ വനിതാ പ്രസ്ഥാനമാക്കി വീണ്ടും ശക്തിമത്തായി മഹിളാ മോർച്ചയെ നയിക്കാൻ നവ്യ ഹരിദാസിന് കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്.